ഇന്ന് നമുക്ക് മുന്നിൽ അത്യാധുനിക പ്രാധാന്യമുള്ള രണ്ട് തലമുറകളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ 1997 മുതൽ 2012 വരെ ജനിച്ച ജനറേഷനായ ജെൻസി എന്നും 2013 ശേഷം ജനിച്ച ജനറേഷനായ ആൽഫയും. ഈ രണ്ട് തലമുറകളും ഡിജിറ്റൽ ടെക്നോളജിയുടെ കാലത്ത് വളർന്നവരാണ്. എന്നാൽ ഈ ടെക്നോളജിക്കൽ വിപ്ലവത്തിന്റെ കൂടെ വന്ന സാമൂഹികവും മാനസികവുമായ മാറ്റങ്ങൾ ഒരു രക്ഷിതാവെന്ന നിലയ്ക്ക് വളരെയധികം ആഴത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ടച്ച് സ്ക്രീനുകൾ, ആപ്പുകൾ, ഗെയിമുകൾ, സോഷ്യൽ മീഡിയ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങി ഇന്നത്തെ കുട്ടിക്കാലം ഈ ഡിജിറ്റൽ ഘടകങ്ങളിലൂടെയാണ് രൂപപ്പെടുന്നത് തന്നെ. കളിസ്ഥലങ്ങൾ സ്ക്രീനിലേക്ക് മാറിയപ്പോൾ യഥാർത്ഥ ലോകത്തെ അനുഭവങ്ങൾ പതുക്കെ അവരും മറന്നുപോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ജെൻസിയും ആൽഫ തലമുറയും വിർച്വൽ ബന്ധങ്ങളിൽ മാത്രമായി ഒതുങ്ങുമ്പോൾ അവരുടെ സമൂഹവും മാനസികവുമായ വളർച്ചയ്ക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും അത്രയധികം തന്നെയാണ്. ഇപ്പോൾ ഈ തലമുറ ഏറ്റവും കൂടുതൽ വിർച്വൽ മീഡിയയുടെ ഉള്ളിലാണുള്ളത്. എന്നാൽ ഈ വിർച്വൽ ഇടം അവരുടെ യഥാർത്ഥ മാനുഷിക ബന്ധങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്നും പറയുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും ആയിരക്കണക്കിന് സുഹൃത്തുക്കളും ഫോളോവേഴ്സും ഉണ്ടെങ്കിലും പോലും അത്യാവശ്യം വന്നാൽ ഫോണിൽ വിളിക്കാൻ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും മിണ്ടാതിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. ചുരുക്കം പറഞ്ഞാൽ ആത്മാർത്ഥമായ ബന്ധങ്ങളുടെ കുറവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ആൽഫ തലമുറയുടെ കാര്യമാണ്. ആൽഫ കുട്ടികൾ എന്ന് പറയുന്നത് 2013 ശേഷം ജനിച്ചവരെയാണ്. സ്മാർട്ട് ഫോണുകളും ടാബ്ലറ്റുകളും ഉപയോഗിച്ച് വളരുന്ന ആദ്യ തലമുറയാണത്. 2 വയസ്സിൽ തന്നെ അവർ സ്ക്രീനിൽ സ്വൈപ്പ് ചെയ്യാൻ തുടങ്ങും. എന്നാൽ മണ്ണിൽ കളിക്കാനോ മരത്തിൽ കയറാനോ അവസരം കിട്ടാറില്ല. പല വീടുകളിലും കുട്ടികളെ ഒന്ന് അടക്കിയിരുത്താൻ മാതാപിതാക്കൾ 2ഉം 3ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കുന്നത് കാണാൻ സാധിക്കും. പിന്നീട് അത് വാങ്ങാൻ നോക്കിയാൽ കുട്ടികൾ വാശി കാണിക്കുന്നത് നമുക്ക് കാണാം. അന്നേരം വഴക്ക് പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല. ടെക്നോളജിയും സോഷ്യൽ മീഡിയയും ഒക്കെ നല്ലത് തന്നെയാണ്. വേണ്ട രീതിയിൽ അവരോട് അതിന്റെ നല്ല വശങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സാധിക്കണം. ഒരുപക്ഷെ അങ്ങനെ സാധിച്ചാൽ ഈ തലമുറയ്ക്ക് ലോകത്തിന് കൊടുക്കാനുള്ളത് ഏറ്റവും മികച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും.